3 മണി വാർത്തയിലേക്ക് സ്വാഗതം. സന്തോഷ് മാധവന് ഭൂമിദാനം ചെയ്ത കേസിൽ വിജിലൻസിന്റെ ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി സ്വീകരിച്ചില്ല. അജണ്ടയിൽ ഇല്ലാത്ത വിഷയം മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വന്നതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് കോടതി ആരാഞ്ഞു. വിശദാംശങ്ങൾ സലി മുഹമ്മദ് നൽകും. സാലി, റിപ്പോർട്ടിന്മേൽ മന്ത്രിയെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയെന്ന് കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു. മാത്രവുമല്ല, അന്വേഷണം മറ്റൊരു തലത്തിലേക്ക് കൂടി വ്യാപിക്കുന്ന തരത്തിലേക്ക് കോടതി നിരീക്ഷണവും വന്നിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? ഭൂമിദാന കേസിൽ മന്ത്രി അടൂർ പ്രകാശിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ത്വരിത പരിശോധന റിപ്പോർട്ട് ഇന്ന് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നു. ഇത് പരിഗണിക്കവെയാണ് ഇടപാടിൽ വ്യവസായ മന്ത്രിയുടെ പങ്ക് സംബന്ധിച്ചു കൂടി കോടതി സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇടപാടിൽ വ്യവസായ മന്ത്രിയുടെ ഇടപെടലിനെ കുറിച്ച് അന്വേഷിച്ചു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനോട് കോടതി ആരാഞ്ഞത്. മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ടയിൽ ഇല്ലാതിരുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് വ്യവസായ മന്ത്രി ഔട്ട് ഓഫ് അജണ്ടയായി മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിച്ചത്? മാത്രമല്ല, തണ്ണീർത്തടമാണെന്ന് ചൂണ്ടിക്കാട്ടി ഭൂമിദാനത്തിനുള്ള അപേക്ഷ മുൻപ് ഇതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കേഷൻ കമ്മിറ്റി നിരസിച്ചതാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇത് മറികടന്ന് എങ്ങനെ ഭൂമിദാനത്തിന് മന്ത്രിസഭ അനുമതി നൽകി എന്നതാണ് കോടതി സംശയം പ്രകടിപ്പിച്ചത്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ഗൂഢാലോചനയെ കുറിച്ച് അന്വേഷിച്ചില്ല എന്നും കോടതി ആരാഞ്ഞു. കോടതി അന്തിമമായി പറഞ്ഞത് ഇക്കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ വിശദമായ ഒരു വിശദീകരണം നൽകണം. അത് പരിഗണിക്കും അടുത്ത മാസം 2-ന്. അതിനുശേഷം മാത്രമേ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന ക്വിക്ക് വെരിഫിക്കേഷന്റെ റിപ്പോർട്ട് സ്വീകരിക്കണോ വേണ്ടയോ എന്ന കാര്യം കോടതി തീരുമാനമെടുക്കുകയുള്ളൂ. ഏതായാലും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ മന്ത്രി അടൂർ പ്രകാശിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടുമായി ചെന്ന വിജിലൻസിന് മറ്റൊരു മന്ത്രിയെക്കുറിച്ചുള്ള ഒരു സംശയം കോടതി പ്രകടിപ്പിക്കുന്നതാണ് കേൾക്കേണ്ടി വന്നത്. വളരെ പ്രധാനപ്പെട്ട സവിശേഷമായ സാഹചര്യത്തിലേക്ക് കേസ് നീങ്ങുന്നു എന്ന് തന്നെ പറയാം. സാലിയാണ് വിവരങ്ങൾ നൽകിയത്. CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ കണ്ണൂരിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണറുടെ മുന്നിലാണ് പിണറായി പത്രിക സമർപ്പിച്ചത്. നിങ്ങൾക്ക് വേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നോമിനേഷൻ തരിക, രണ്ടാമത് ഓത്തെടുക്കുക. ഈ പിണറായി വിജയൻ എന്ന ഞാൻ കേരള നിയമസഭയിലെ അംഗത്വം വഹിക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ നിയമമനുസരിച്ച് സ്വന്തം മണ്ഡലത്തിൽ വോട്ടർമാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാകാതെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സാറേ, കുടിവെള്ളമില്ലേ എന്ന ചോദ്യത്തിന് എന്താ വീടില്ലേ എന്ന് തിരിച്ചു ചോദിച്ച് മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറുകയായിരുന്നു. റാംജി റാവ് സ്പീക്കിംഗ് എന്ന ചിത്രത്തിലെ കമ്പിളിപ്പുതപ്പ് എന്ന മുകേഷിന്റെ ഡയലോഗിനെ ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രകടനം. കുടിവെള്ളം എന്ന് പറയുന്ന സംഭവം ഇവിടെ കിട്ടുന്നില്ല. ഈ രണ്ട് ജനവാസം ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ജനവാസ പ്രദേശമാണ്. 2 കോളനി. വീട് കുഴപ്പമില്ലല്ലോ. വീട് 25 കൊല്ലമായിട്ട് ഇവിടെ കുടിവെള്ളം എന്ന് പറയുന്ന സംഭവം ഇവിടെ കിട്ടുന്നില്ല. ഈ രണ്ട് ജനവാസം ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ജനവാസ പ്രദേശമാണ്. 2 കോളനി. വീട് കുഴപ്പമില്ലല്ലോ. വീട് ഇടതുമുന്നണി ജയിക്കുമെന്ന ബേജാറിലാണ് ഉമ്മൻചാണ്ടിയുടെ ജൽപ്പനങ്ങളെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. ഇത് താനോ LDF കാര്യമാക്കുന്നില്ല. VSനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന ഉമ്മൻചാണ്ടിയുടെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഉമ്മൻചാണ്ടിയോ അതേപോലെ മറ്റു പ്രമുഖരാരെങ്കിലുമോ അടിച്ചുവിടുന്ന ഇത്തരം ആക്ഷേപങ്ങൾ കാര്യമായിട്ടുള്ള നിലയിലൊന്നും പരിഗണിക്കേണ്ടതല്ല. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാൻ പോകുകയാണ്. അതിലുള്ള ബേജാറിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പലതും തട്ടിവിടും. അതിൽ നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കേണ്ടതില്ല.
ജനസംഘവുമായി CPM സഖ്യമുണ്ടാക്കിയെന്ന ഉമ്മൻചാണ്ടിയുടെ ആരോപണം കള്ളക്കഥയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ജനതാ പാർട്ടിയുമായി ചേർന്നാണ് CPM അടിയന്തരാവസ്ഥയെ നേരിട്ടത്. അടിയന്തരാവസ്ഥ പിൻവലിച്ച ശേഷമാണ് ഉമ്മൻചാണ്ടി രംഗത്തെത്തിയത്. തുടർന്ന് ആന്റണിയും ഉമ്മൻചാണ്ടിയും LDFന്റെ ഭാഗമായി. ഉമ്മൻചാണ്ടി ജനങ്ങളുടെ ഓർമ്മശക്തി പരീക്ഷിക്കരുതെന്നും കോടിയേരി പ്രതികരിച്ചു. ബാർക്കോഴ ഗൂഢാലോചന കേസിൽ ക്രൈംബ്രാഞ്ച് ഇന്ന് ബാറുടമകളുടെ മൊഴി രേഖപ്പെടുത്തിയില്ല. ബാറുടമകൾ അസൗകര്യം അറിയിച്ചതിനെ തുടർന്ന് മൊഴിയെടുപ്പ് മാറ്റി. ബാർക്കോഴ കേസിൽ SP സുകേശൻ ഗൂഢാലോചന നടത്തിയെന്ന പരാതിയിലാണ് ബാറുടമകളുടെ മൊഴിയെടുക്കേണ്ടിയിരുന്നത്. D രാജ്കുമാർ, PN കൃഷ്ണദാസ്, MD ധനേഷ് എന്നിവരാണ് മൊഴി നൽകേണ്ടിയിരുന്നത്. മലപ്പുറം തിരൂരിൽ പോലീസ് ചമച്ചെത്തി യുവതിയെ പീഡിപ്പിച്ച യുവാവിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വാക്കാട് സ്വദേശി ഹമീദ് എന്ന അമിനുൾ ഹാരിസാണ് ബന്ധുക്കളുടെ കൂടെ ബീച്ച് കാണാനെത്തിയ യുവതിയെ പീഡിപ്പിച്ചത്. കുട്ടികൾക്കും ബന്ധുവിനുമൊപ്പം വാക്കാട് ബീച്ചിൽ കടൽ കാണാനെത്തിയ യുവതിയാണ് പീഡനത്തിനിരയായത്. ബന്ധുവിനെയും കുട്ടികളെയും ഭീഷണിപ്പെടുത്തിയായിരുന്നു പീഡനം. ബന്ധുവിന്റെയും യുവതിയുടെയും മൊബൈൽ ഫോണുകൾ പ്രതിയായ ഹമീദ് പിടിച്ചെടുത്ത ശേഷം ആളൊഴിഞ്ഞ ഭാഗത്തെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. യുവതിയുടെ ഫോണിൽ നിന്ന് പ്രതി തന്റെ ഫോണിലേക്ക് നമ്പർ തിരിച്ചറിയാനായി വിളിച്ചിരുന്നു. ഇതാണ് പ്രതിയെ പിടികൂടാൻ സഹായിച്ചത്. മത്സ്യത്തൊഴിലാളിയാണ് പിടിയിലായ ഹമീദ്. തിരൂർ CIയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. യുവതിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. പ്രതിയെ പൊന്നാനി മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഉത്തരാഖണ്ഡ് വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. ചോദ്യോത്തരവേള നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യം ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ തള്ളി. മല്ലികാർജ്ജുന ഖാർഗെയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് MPമാർ സഭയുടെ നടുത്തളത്തിൽ ഇരുന്ന് മുദ്രാവാക്യം വിളിച്ചു. ബഹളത്തെ തുടർന്ന് രാജ്യസഭ 2 മണിവരെ നിർത്തിവെക്കേണ്ടി വന്നു. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം ചർച്ച ചെയ്യാനാകില്ലെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. പശ്ചിമബംഗാൾ നിയമസഭയിലേക്കുള്ള 4ാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. 49 മണ്ഡലങ്ങളിലേക്കാണ് 4ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. വിശദാംശങ്ങളുമായി M സന്തോഷ് ചേരുന്നു. സന്തോഷ്, ഇതുവരെയുള്ള വോട്ടിംഗ് നില എങ്ങനെയാണ്? ഒപ്പം അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? പ്രജീഷ്, 1 മണിവരെയുള്ള പോളിംഗ് ശതമാനമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. 51% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യ 3 ഘട്ടങ്ങളിലും പശ്ചിമ ബംഗാളിൽ മികച്ച പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയത്. 80% അധികമായിരുന്നു ആദ്യ 3 ഘട്ടങ്ങളിലെ പോളിംഗ്. ഈ ഘട്ടത്തിലും 80% അടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഹൗറ ജില്ലയിലും അതോടൊപ്പം തന്നെ നോർത്ത് 24 പർഗാനയിലെ 2 ജില്ലകളിലായിട്ടാണ് 49 നിയോജക മണ്ഡലങ്ങളിലേക്ക് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. ആദ്യഘട്ടങ്ങളിൽ 3 ഘട്ടങ്ങളിലും ഉണ്ടായതുപോലെ വ്യാപക അക്രമ സംഭവങ്ങൾ 4ാം ഘട്ടത്തിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നോർത്ത് 24 പർഗാനയിൽ CPM പ്രവർത്തകന്റെ വീടിന് നേരെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിൽ 3.5 വയസ്സുള്ള ഒരു കുട്ടിക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഘട്ടത്തിലെ അക്രമ സംഭവങ്ങൾ പരിഗണിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ 90,000-ലധികം സുരക്ഷാ ജീവനക്കാരെയും വിന്യസിച്ചിരുന്നു. എന്നാൽ അക്രമ സംഭവങ്ങൾ ഇന്നും ഉണ്ടായി എന്നുള്ളതാണ് പ്രത്യേകത. ഏതായാലും വോട്ടെടുപ്പ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പ്രജീഷ്, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. ഹൃദയവും ശ്വാസകോശവും മാറ്റിവെച്ച് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന അമ്പിളി ഫാത്തിമ അന്തരിച്ചു. മൃതദേഹം വൈകിട്ട് 4:30 കാഞ്ഞിരപ്പള്ളി നയനാൻ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കം. ചെന്നൈയിലെ ആശുപത്രിയിലാണ് അമ്പിളി ഫാത്തിമയുടെ ഹൃദയവും ശ്വാസകോശവും മാറ്റിവെച്ചത്. 1 മാസത്തോളം ആശുപത്രിയിൽ കഴിഞ്ഞ ശേഷം കോട്ടയത്തെ വീട്ടിലെത്തിച്ച അമ്പിളി ഫാത്തിമയെ അണുബാധയെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വരൾച്ച രൂക്ഷമായതോടെ വയനാട്ടിൽ അതിർത്തി ഗ്രാമങ്ങൾ കരിഞ്ഞ് ഉണങ്ങുകയാണ്. കബനിയും വറ്റിയതോടെ പുൽപ്പള്ളി, തിരുനെല്ലി മേഖലകൾ കടുത്ത വരൾച്ചയെ നേരിടുകയാണിപ്പോൾ. ഇവിടെ ജലസേചനത്തിനും വരൾച്ച പ്രതിരോധങ്ങൾക്കുമായി ആവിഷ്കരിച്ച വിവിധ പദ്ധതികളാണ് നടപ്പാകാതെ പോകുന്നത്. കുടിവെള്ളം പോലും കിട്ടാനില്ലാത്ത നാടുകളായി വയനാട്ടിലെ അതിർത്തി പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളും മാറിക്കഴിഞ്ഞു. കബനിയുടെ ജലഞരമ്പുകൾ ചുരുങ്ങിപ്പോയ വൃഷ്ടിപ്രദേശങ്ങൾ വരൾച്ചയുടെ പിടിയിലാണ്. പുൽപ്പള്ളി, മുള്ളൻകൊല്ലി, തിരുനെല്ലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ മിക്കയിടവും പൊള്ളുന്ന വേനലിന്റെ കരങ്ങളെ സ്പർശിക്കാനാവാതെ കരിഞ്ഞുപോയിരിക്കുന്നു. 1/2 ഏക്കർ 3/4 ഏക്കർ സ്ഥലങ്ങൾക്ക് മൊത്തം പോയി. ഇപ്പോൾ 1.5-3 ഏക്കർ 2-2.5 ഏക്കർ സ്ഥലം എല്ലാം അത് മൊത്തം ഇതുപോലെ നശിച്ചു പോയേക്കുമല്ലേ, മൊത്തം നശിച്ചു പോയി. കബനിയുടെ കരയെ
കർണാടകയിൽ നിന്നുള്ള ഉഷ്ണവായുവിൽ നിന്ന് സംരക്ഷിച്ച മുളങ്കാടുകളോ മരങ്ങളോ നദിക്കരയിലെന്നില്ല. 2013 ഇതിനു പരിഹാരമായി ആവിഷ്കരിച്ച ജൈവവേലിയുൾപ്പെടെയുള്ള പരിഹാരമാർഗങ്ങളൊന്നും നടപ്പായില്ല. കാവേരി നദീജല ട്രൈബ്യൂണലിന്റെ 2007 വിധിപ്രകാരം 30 TMC ജലം കേരളത്തിന് ഉപയോഗപ്പെടുത്താവുന്നതാണ്. എന്നാൽ 9 TMC ജലം മാത്രമാണ് കബനിയിൽ നിന്ന് കേരളം ഉപയോഗിക്കുന്നത്. നൂറുകണക്കിന് കർഷകരാണ് അടുത്ത കാലത്ത് ഇവിടെ കൃഷി ഉപേക്ഷിച്ചത്. 2005-10 കാലഘട്ടത്തിൽ മുള്ളംകൊല്ലി പഞ്ചായത്തിൽ തന്നെ 1850 ഏക്കർ സ്ഥലത്ത് ജലസേചനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഗ്രാമപഞ്ചായത്തിന് നേതൃത്വം തയ്യാറാക്കി. അതിനുള്ള സാധ്യതാ പഠനം നടത്തി എസ്റ്റിമേറ്റ് തയ്യാറാക്കി ജലസേന വകുപ്പിനെ ഏൽപ്പിച്ചാണ്. പക്ഷേ ഗവൺമെൻറ് ഒരു പൈസ പോലും ബഡ്ജറ്റിൽ വകയിരുത്തില്ല. അതുകൊണ്ട് തന്നെ ആ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല. കാര്യക്ഷമമായ ഇടപെടലുകളില്ലെങ്കിൽ ഉഷ്ണവായു കരിയിച്ചു കളഞ്ഞ മറ്റൊരു പ്രദേശമാകും ഇവിടം. ക്യാമറമാൻ ജിബേഷിനൊപ്പം വയനാട്ടിൽ നിന്നും അനൂപ് കയാർ. ഇന്ത്യക്കാരനായ IS ഭീകരൻ സിറിയയിൽ കൊല്ലപ്പെട്ടു. കർണാടക സ്വദേശിയായ മുഹമ്മദ് ഷാഫി അമറാണ് അമേരിക്കൻ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇന്ത്യയിൽ നിന്നും നിരവധി പേരെ ISലേക്ക് റിക്രൂട്ട് ചെയ്ത് ഇയാളുടെ നേതൃത്വത്തിലായിരുന്നു. കർണാടകയിലെ ഭട്കൽ സ്വദേശിയായ മുഹമ്മദ് ഷാഫി അമർ ആണ് സിറിയയിലെ അമേരിക്കൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അമേരിക്കയുടെ ഡോൺ ആക്രമണത്തിലാണ് ഷാഫി അമറിന്റെ മരണം. യൂസഫ് എന്ന പേരിലും അറിയപ്പെട്ടിരുന്ന ഇയാൾ IS തലവൻ അബൂബക്കർ അൽ ബാഗ്ദാദിയുടെ വിശ്വസ്തനുമായിരുന്നു. ഇന്ത്യയിൽ നിന്ന് 30ഓളം പേരെ ഇയാൾ ISലേക്ക് റിക്രൂട്ട് ചെയ്തതായി സൂചനയുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ISന്റെ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ ഇവർ പദ്ധതിയിട്ടിരുന്നതായി രഹസ്യാന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ആ നിലയ്ക്ക് ഇയാളുടെ അപ്രതീക്ഷിത മരണം ISന്റെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾക്ക് താൽക്കാലികമായെങ്കിലും വിഘാതമാകുമെന്നാണ് വിലയിരുത്തൽ. ഇയാളുടെ സഹോദരൻ സുൽത്താൻ അമറായിരുന്നു നേരത്തെ ഇന്ത്യയിലെ ISന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നത്. സുൽത്താൻ അമറും കഴിഞ്ഞ വർഷം അമേരിക്കൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഷാഫി അമറിന്റെ നേതൃത്വത്തിൽ ജുനൂദ് അൽ ഖലീഫ ഹിന്ദ് എന്ന പേരിൽ ഒരു ഭീകര ഗ്രൂപ്പ് ഇന്ത്യയിൽ രൂപീകരിച്ചിരുന്നതായും രഹസ്യാന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. ഫേസ്ബുക്കിനും ട്വിറ്ററിനും പുറകെ മൊബൈൽ ആപ്പിലൂടെയും VS ജനങ്ങളിലേക്ക്. VS അച്യുതാനന്ദൻ എന്ന പേരിലുള്ള ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പുറത്തിറങ്ങി. VSന്റെ പ്രസ്താവനകളും ഫോട്ടോകളും വീഡിയോകളും ഉൾപ്പെടുന്നതാണ് ആപ്പ്. ആപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് പാലക്കാട് നടക്കും. ഫേസ്ബുക്കിലും ട്വിറ്ററിലും വെബ്സൈറ്റിലും സജീവമായി നവമാധ്യമ ലോകത്ത് മണിക്കൂറുകൾക്കകം ശക്തമായ സാന്നിധ്യമറിയിച്ച പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ മൊബൈൽ ആപ്പിലൂടെയും ജനങ്ങളിലേക്ക് എത്തുകയാണ്. VS അച്യുതാനന്ദൻ എന്ന ആൻഡ്രോയിഡ് ആപ്പിലൂടെ VSന്റെ വിശേഷങ്ങൾ വിരൽ തൊടുന്ന മാത്രയിൽ ഇനി നമുക്ക് മുന്നിലെത്തും. ഈ രണ്ടക്ഷരങ്ങൾ ഇന്ന് മലയാളികളുടെ മനസ്സാക്ഷിയുടെ ശബ്ദമാണ്. കഴിഞ്ഞ 65 വർഷമായി അനുസ്യൂതം തുടരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയുടെ അചഞ്ചലമായ കുതിപ്പുകൾ. ആപ്പിലെ VSന്റെ ഫോട്ടോയിൽ തൊട്ടാൽ അദ്ദേഹത്തിന്റെ ജീവചരിത്രം വായിക്കാം. പുറമെ VSന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളടക്കം പ്രസ്താവനകൾ ഉൾക്കൊള്ളിച്ച പ്രസ് നോട്ട് ഓപ്ഷനും ഫോട്ടോ, വീഡിയോ, ഓഡിയോ ഗാലറികളും ആപ്പിലുണ്ട്. പ്ലേ സ്റ്റോറിൽ VS അച്യുതാനന്ദൻ ലഭ്യമായി മണിക്കൂറുകൾക്കകം തന്നെ ഒട്ടേറെ പേരാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്തത്. ഫേസ്ബുക്കിലും ട്വിറ്ററിലും എന്ന പോലെ മൊബൈൽ ആപ്പിലും VSന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇരിക്കൂറിൽ കോൺഗ്രസിനെതിരെ വിമതർ ശക്തരാകുന്നു. KC ജോസഫിനെതിരെ വാട്സാപ്പ് ഗ്രൂപ്പ് തിരഞ്ഞെടുത്ത വിമത സ്ഥാനാർത്ഥി രംഗത്ത്. നേരത്തെ വിമത സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ ഖാദർ വാട്സാപ്പ് ഗ്രൂപ്പ് കൺവെൻഷനിൽ എത്തി പുതിയ സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. പശ്ചിമ കൊച്ചി മേഖലയിൽ നിന്നുള്ളവരെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കണമെന്നുള്ള പ്രാദേശിക നേതാക്കളുടെ ആവശ്യം തള്ളിയാണ് എ ഗ്രൂപ്പുകാരനായ ഡൊമിനിക്കിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയത്. എന്നാൽ അന്ന് തന്നെ വിക്ടർ ലീനസ് കളത്തിലിറങ്ങി പ്രചാരണം തുടങ്ങുകയും ചെയ്തു. കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഈ അവഗണന ഇനി അനുവദിക്കാനാകില്ലെന്നും ഭൂരിപക്ഷം പ്രവർത്തകരും തനിക്കൊപ്പമാണെന്നും ലീനസ് പറയുന്നു. ഈ പ്രാവശ്യവും മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തി കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നത് മുതൽ അദ്ദേഹം തന്നെയാണ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എല്ലാവരെയും സ്വാധീനിക്കുവാനും അത് നിന്നപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ഒന്നിച്ചുകൂടി അതിനെ ഒരു മാതൃകാപരമായിട്ട് നമ്മൾ ആ പ്രവണതയെ ഒന്ന് മാറ്റുവാനും ഒരു മാറ്റം, കൊച്ചിക്കൊരു മാറ്റം അനിവാര്യമാണെന്നുള്ള രീതിയിലാണ് എല്ലാവരും കൂടി പ്രതികരിച്ചതിൻ്റെ ഫലമാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം. വിക്ടർ ലീനസിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ചർച്ചകളിലെല്ലാം പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥികൾക്കൊപ്പം ലീനസിനും സംഘാടകർ ഇടം നൽകുന്നുണ്ട്. ഇനി ആര് ഉപാധികൾ മുന്നോട്ട് വെച്ചാലും, എന്ത് ഓഫർ നൽകിയാലും മത്സരരംഗത്ത് നിന്ന് പിന്മാറില്ലെന്നാണ് ലീനസിന്റെ തീരുമാനം.
അത് UDF നേതൃത്വത്തിന്റെ ചങ്കിടിപ്പ് കൂട്ടുന്നുണ്ട്. ലീനസിന്റെ തീരുമാനം തന്നെയായിരിക്കും UDFന്റെ വിജയസാധ്യതകളെ നിർണ്ണയിക്കുക. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഹെൽമറ്റ് ഇല്ലാതെ ഓടിച്ച ബൈക്കിന്റെ പിറകിൽ യാത്ര ചെയ്ത ആഭ്യന്തരമന്ത്രിയുടെ നടപടി വിവാദത്തിൽ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലാണ് രമേശ് ചെന്നിത്തല ബൈക്കിന്റെ പിറകിൽ യാത്ര ചെയ്തത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ കേസെടുക്കേണ്ടത് പോലീസല്ല മോട്ടോർ വാഹന വകുപ്പാണെന്ന് പറഞ്ഞ് DGP സെൻകുമാർ കൈയൊഴിയുകയായിരുന്നു. ആഭ്യന്തരമന്ത്രിയും ഹരിപ്പാട് UDF സ്ഥാനാർത്ഥിയുമായ രമേശ് ചെന്നിത്തലയുടെ നിയമലംഘനമാണ് വിവാദമായിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഇദ്ദേഹം ഇരുചക്രവാഹനത്തിൽ ഹെൽമറ്റ് ധരിക്കാതെ യാത്ര ചെയ്തതും ഹെൽമറ്റ് ധരിക്കാതെ നിയമം ലംഘിച്ച് ബൈക്ക് യാത്ര ചെയ്ത വ്യക്തിയുടെ പിറകിലിരുന്നതുമാണ് വിവാദമായിരിക്കുന്നത്. നിയമലംഘനം നടത്തുന്ന ആഭ്യന്തരമന്ത്രിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും പ്രതിഷേധമുയരുന്നത്. എന്നാൽ ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടത് ഗതാഗത വകുപ്പ് മേധാവി ടോമിൻ ജെ തച്ചങ്കരിയാണെന്നാണ് DGP സെൻകുമാർ പറയുന്നത്. മാത്രമല്ല ആഭ്യന്തരമന്ത്രിയുടെ നിയമലംഘനത്തെ ന്യായീകരിക്കുക കൂടിയാണ് DGP ചെയ്യുന്നത്. ഹലോ, നമസ്കാരം. ഞാൻ കൈരളി ചാനലിന് ഷാജാനാണേ. എന്താണ് സാറേ, ഞാൻ ഒരു സംശയം ചോദിക്കാനാണ്. ഇന്നലെ ഇങ്ങനെ വാർത്തയിൽ ഇത് കണ്ടു, നമ്മൾ ഹെൽമെറ്റ് ഇല്ലാതെ ആഭ്യന്തരമന്ത്രി പോകുന്നു. സാറ് ശ്രദ്ധപ്പെട്ടാന്ന് എനിക്കറിയില്ല. എവിടെ പോകുന്നു? ആഭ്യന്തരമന്ത്രി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ ഹെൽമെറ്റ് ഇല്ലാത്ത വാഹനത്തിൽ സഞ്ചരിക്കുന്നു, 2 വീലറിലെ. വണ്ടി ഓടിക്കുന്നത് ആഭ്യന്തരമന്ത്രിയായിരുന്നു? അല്ല, വണ്ടി ഓടിച്ചത് വേറൊരാള്, വണ്ടിയുടെ പുറകിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നു. പുറകിൽ ഇപ്പൊ നിർബന്ധമായിട്ട് പിടിക്കുന്നില്ലല്ലോ ആരും. അല്ല സാറേ, ഹെൽമെറ്റ് ഇല്ലാതാണ് വണ്ടി ഓടിക്കുന്നത് ഡ്രൈവർ, മുന്നിലിരിക്കുന്ന ആള്. അതെ. ഇതിപ്പോ മിക്കവാറും എല്ലാ സ്ഥലത്തും അങ്ങനെ. ഇന്നലെ കരുനാപ്പള്ളി കണ്ട ഒറ്റെണ്ണം ഹെൽമെറ്റ് വെക്കാതെയാണ് അവിടെ ഒരു പാർട്ടി ജാഥ ഞാനുണ്ട്. കംപ്ലീറ്റ് എന്റെ TV എന്റെ ക്യാമറയിലുണ്ട്. അതെ അതെ, അത് എല്ലായിടത്തും ഉണ്ട്, ഇങ്ങനെയുണ്ട്. അപ്പൊ അതാ ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ മറ്റുള്ള നമ്മൾ റോഡ് സൈഡിലൊക്കെ നിന്ന് പോലീസുകാർ പിടിക്കുന്നു. ഇങ്ങനെ ഏതൊരു സംഭവം നടക്കുമ്പോഴത്തേക്ക് അത് ഈ നേതാക്കളെ ഇങ്ങനെ കാണിക്കുന്നത്. റോഡ് സൈഡിൽ നിന്ന് ആൾക്കാരെ പിടിക്കുന്നുണ്ട്. പക്ഷേ ഈ എന്താണ് പറയുന്നത്, 100 കണക്കിന് വരുന്ന പാർട്ടിക്കാരെ നടത്തുന്ന സമയത്ത് പോലീസുകാർ പിടിച്ചാൽ പോലീസുകാർക്ക് അടി കിട്ടും. അത്രയാണ് സംഭവിക്കുന്നത്. അല്ല, ഇതിന് എന്നാലും നമ്മളതിന് ശേഷം വീഡിയോ ഉണ്ടെങ്കിൽ നമ്മളത് ആക്ഷൻ എടുക്കത്തില്ല. ഇതിന് ശേഷം വീഡിയോ ഉണ്ടെങ്കിലും പലപ്പോഴും ആക്ഷൻ എടുക്കാറില്ല. അതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും 10, 200, 300 പേരുള്ള ആൾക്കാരുടെ അടുത്തായിരിക്കും പോലീസ് പലപ്പോഴും വീഡിയോ. ഇന്നലെ വീഡിയോ എടുത്ത് പിടിച്ചിട്ടുണ്ട്. അത് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. അതെ. അല്ല, അപ്പൊ ഈ സംഭവം സാറിന്റെ ശ്രദ്ധപ്പെട്ടായിരുന്നോ? നമ്മളത് ഈ സംഭവം എന്റെ പെട്ടിട്ടില്ല. അപ്പൊ ഇത് നിങ്ങൾക്ക് നേരെ അതോ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കാം. അതല്ല, സാറിന്റെ ശ്രദ്ധയാപ്പെടുത്തിയ സാറാണല്ലോ ഇപ്പം DGP. അതുകൊണ്ടാണ് ഞാൻ സാറിനെ വിളിച്ചിങ്ങനെ സംഭവം പറഞ്ഞത്. അല്ല, ഇത് തച്ചങ്കേരിയാണ് ഇതിന്റെ മെയിൻ ആള് കേട്ടോ. അവിടെ ഈ ട്രാൻസ്പോർട്ട് കമ്മീഷണർ തച്ചങ്കേരിയാണ്. അവരാണ്. റോഡുകളിലും ഇടവഴികളിൽ പോലും ഹെൽമറ്റ് വേട്ടയ്ക്കായി പോലീസ് ഉദ്യോഗസ്ഥരെ നിർബന്ധിച്ചയക്കുന്ന DGP തന്നെയാണ് ആഭ്യന്തരമന്ത്രിയുടെ നിയമലംഘനത്തെ ന്യായീകരിക്കുന്നതും. ഇതിനെതിരെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ തന്നെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഒരു കൂട്ടം കർഷകരുടെ കൂട്ടായ്മയിൽ തരിശുഭൂമി വിളഭൂമിയായി മാറി. കാസർഗോഡ് പെരിയയിലാണ് 2 ഏക്കറോളം തരിശുഭൂമി പച്ചക്കൃഷിത്തോട്ടമായി മാറിയത്. മുമ്പ് തരിശിട്ട ഭൂമിയിലാണ് ഇപ്പോൾ നാടിന് മാതൃകയായി കാസർഗോഡ് പെരിയയിൽ കർഷക കൂട്ടായ്മയിൽ പച്ചക്കറി കൃഷി നടത്തുന്നത്. പെരിയ ബസാറിലെ MV കുഞ്ഞിരാമനും സുഹൃത്തുക്കളും ചേർന്നാണ് ഈ സംരംഭത്തിന്റെ നേതൃത്വം. കുന്നും കുഴിയും നിറഞ്ഞ സ്ഥലം മണ്ണിട്ട് നികത്തിയാണ് കൃഷിക്ക് അനുയോജ്യമാക്കിയത്. കുഴൽക്കിണർ സ്ഥാപിച്ച് സമൃദ്ധമായി വെള്ളവും ലഭ്യമാക്കി. പാവൽ, പയർ, ഞരമ്പൻ തുടങ്ങിയ ഇനങ്ങളിലാണ് പച്ചക്കറി കൃഷി. പച്ചക്കറി കൃഷിയിൽ നിന്നും തരക്കേടില്ലാത്ത വരുമാനം ലഭിക്കുമെന്നും ഇത് ജീവിതമാർഗമായി മാറ്റാനാകുമെന്നും കർഷകനായ MV കുഞ്ഞിരാമൻ പറഞ്ഞു. സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ തരക്കേടില്ല. കാലിവളം, ആട്ടും കാഷ്ടം, കോഴിവളം അങ്ങനത്തെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പുറത്തുനിന്ന് കർണാടകത്തിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ കൊണ്ടൊന്നല്ല. ഇവിടുത്തെ സാധനം എന്ന് പറയുമ്പോൾ നമ്മൾ 1 കിലോ വാങ്ങിക്കുന്നത് 2 കിലോ വാങ്ങിക്കും. നേന്ത്രവാഴ കൃഷിക്ക് ശേഷമാണ് അതേ സ്ഥലത്ത് പച്ചക്കറി കൃഷി ആരംഭിച്ചത്. വിവിധ ഇനങ്ങൾ മാറി മാറി കൃഷി ചെയ്യുന്ന രീതിയാണ് അവലംബിക്കുന്നത്. പരമാവധി കീടനാശിനികൾ ഒഴിവാക്കിയും ജൈവവളങ്ങൾ ഉപയോഗിച്ചുമാണ് കൃഷി. ഉൽപ്പന്നങ്ങൾ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളയുടെ പ്രാദേശിക വിപണന കേന്ദ്രങ്ങൾ മുഖേന വിറ്റഴിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. VSനെതിരെ നിയമ നടപടി സ്വീകരിച്ചാൽ കോടതിയിൽ നേരിടുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. പല മണ്ഡലങ്ങളിലും RSSുമായി കോൺഗ്രസ് ധാരണയുണ്ടാക്കിയിട്ടുണ്ടെന്നും കോടിയേരി ആരോപിച്ചു. ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇത്രയേറെ അഴിമതി ആരോപണത്തിന് വിധേയനായ ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിട്ടുണ്ടോ? ഈ കേരളത്തിൽ ഇതിനകം 11 മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ആ 11 മുഖ്യമന്ത്രിമാർക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം കേരളത്തിലുണ്ടായിട്ടുണ്ടോ? നിരവധി കേസുകൾക്ക് ഇപ്പോൾ തന്നെ ഉമ്മൻചാണ്ടി തന്നെ ആരോപണ വിധേയനായി അന്വേഷണത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മൻചാണ്ടി ആരുടെ പേരിലും വിജിലൻസ് കേസില്ല, ആരുടെ പേരിലും ആരോപണമില്ല എന്ന് പറഞ്ഞ് തടിതപ്പാൻ ശ്രമിച്ചാൽ
കേരളത്തിൽ ആരാണത് വിശ്വസിക്കാൻ പോകുന്നുണ്ട്? തെറ്റായ ആരോപണമാണ് ഉന്നയിക്കുന്നതെങ്കിൽ നിയമ നടപടി സ്വീകരിക്കട്ടെ, കോടതിയിൽ വെച്ച് നമുക്ക് കാണാം. ഇപ്പോൾ ഈ ജനകീയ കോടതിയല്ലേ, ഈ ജനകീയ കോടതിയുടെ മുമ്പിൽ ഞങ്ങൾ ഈ പ്രശ്നങ്ങൾ മുഴുവൻ തന്നെ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അഴിമതിക്കാരായ മുഴുവൻ മന്ത്രിമാരെയും ജനമധ്യത്തിൽ തുറന്നു കാണിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പോരാട്ടമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.